നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാം. നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കൂ. ഒരു നാളിൻ്റെ കാര്യം ചോദിക്കാനാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹരി പത്മനാഭനാണേ. അതെ, മനസ്സിലായി. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ, എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. അത് മോളെ ഭർത്താവിൻ്റെത് ഒരു സംശയമുണ്ട്. അതില് 1983. ചേച്ചി, നാളിന്റെ ആണോ? നാളിന്റെ ഒരു സംശയം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇനി എന്തിനാ നാളെ നോക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇനി എന്തിന്? അല്ല, അങ്ങനെയല്ല. നാള് മൂല നക്ഷത്രാണെന്ന് അറിയാം. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് മൂലം അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? മൂലല്ലേ? അല്ല, ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടില്ലല്ലോ. ഞാൻ വെറുതെ ചോദിക്കുക ചേച്ചി, എന്തിനാണത് നോക്കുന്നത്? ഇനിയിപ്പോൾ എന്താ അറിയാവോ, ചില സ്ഥലത്തൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പോയി ചില ജ്യോത്സ്യന്മാരെ കണ്ട് നാളെ നോക്കും. അവരാണെങ്കിൽ ഇല്ലാത്ത എല്ലാം പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചോദിച്ചേ. ഇല്ല, നാളിൻ്റെത് മൂലാണെന്ന് കൺഫ്യൂഷൻ മാറ്റാനല്ലേ? അത്രയേ ഉള്ളൂ. മാറ്റാൻ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറ. 1983 മാർച്ച് 6. സമയം വൈകുന്നേരം 7 മണിയാണെന്ന് പറഞ്ഞ അവർക്ക് അത് സ്ഥിരതയില്ല, അറിയില്ല. വൈകുന്നേരം എന്താ അറിയാവോ ചേച്ചി പറയുന്ന മൂല നക്ഷത്രമല്ലേ? അത് വൈകുന്നേരം 7 മണി എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. കാരണം ആ സമയത്ത് തൃക്കേട്ട കഴിഞ്ഞിട്ടില്ല. തൃക്കേട്ട കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന നക്ഷത്രമാണ് മൂലം. അപ്പൊ ഈ മാർച്ച് 6 രാത്രി ആയപ്പോൾ തൃക്കേട്ട നക്ഷത്രം കഴിഞ്ഞിട്ടില്ല. അപ്പൊ മൂല നക്ഷത്രം തുടങ്ങിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം. ഇനി തൊട്ടടുത്ത ദിവസം വെളുപ്പിനെ എങ്ങാനും ആയിരിക്കാം. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വൈകുന്നേരമാണ് പറഞ്ഞത്. സന്ധ്യ സമയത്ത് ആടെ ഒരു അമ്പലത്തില് ഉത്സവമാണ് അത് ഉണ്ടായത്. സന്ധ്യ സമയത്താണെങ്കിൽ അത് 7 തീയതി വരുന്നതായിരിക്കും ചേച്ചി. കാരണം മൂലം വരുന്നത് 7 അത് കുംഭമാസം 23 ഒരു തിങ്കളാഴ്ച ദിവസമാണ്. 1983 മാർച്ച് മാസം 7 വരുന്നത്. മാർച്ച് 6 വൈകിട്ട് തൃക്കേട്ടയാ വരുന്നത്. മൂലനക്ഷത്രം അല്ലേ? മൂലനക്ഷത്രമാണ് അവര് പറയുന്നത്. അവർക്ക് അറിയില്ലല്ലോ, കലണ്ടറിലുള്ളതല്ലേ. അവരെ അമ്മക്കൊന്നും അതിനെ പറ്റിയിട്ട് അറിയില്ല. അവര് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടുള്ള ഒരു സംശയം. മനസ്സിലായി. അത് കൂടാണ് എന്റെ മോളതും കൂടി ഒന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1989 സെപ്റ്റംബർ 12. സമയം പുലർന്ന് വരുന്നതാണ് 12. എന്ന് വെച്ചാൽ പുലർന്ന് 12 വെളുപ്പിനെ 12. അന്നൊരു ചെറിയ ചേച്ചി ഉത്രാട നക്ഷത്രമാണോ? ഉത്രാട നക്ഷത്രം. അത് കറക്റ്റ് ആണ് ചേച്ചി. ചിങ്ങമാസം 27 1989 സെപ്റ്റംബർ മാസം 12 അന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. അത് കറക്റ്റ് ആണ് ചേച്ചി. ഉത്രാടാണ് നക്ഷത്രം. കേട്ടോ? എന്റെ മോള്. മോൾക്ക് ഒരു ജോലി കിട്ടേണ്ട കുട്ടിയാണല്ലോ. ജോലി ഇടക്കുന്നിളക്കെല്ലാം എടുത്തിന്. പക്ഷെ ഇവർക്ക് മോള് ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ നല്ല ജോലി കിട്ടേണ്ടുന്നൊരു കുട്ടിയായിരുന്നു ചേച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. ടെസ്റ്റുകളൂടെ എഴുതാൻ പറ. ഇപ്പൊ ഗവൺമെന്റ് ജോലി എല്ലാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആരും പോകണ്ടെന്ന് പറയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ. മോളോട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറ. ആ കുട്ടിക്ക് ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി പറ. ഇന്ന് മുതൽ തുടങ്ങാൻ പറയുക. തീർച്ചയായും ആ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടും ചേച്ചി. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.